തമിഴ്നാട്ടിലെ ജനങ്ങളെ ലോട്ടറി ലഹരിയിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും തള്ളിയിടുന്ന അനധികൃത ലോട്ടറി മാഫിയകൾക്കെതിരെ കടുത്ത നടപടിയുമായി മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാർ. അതിർത്തി കടന്നുള്ള ലോട്ടറി കടത്തും വിൽപ്പനയും പൂർണ്ണമായും തടയാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകിയതോടെ കേരളത്തിൽ നിന്ന് ലോട്ടറി വാങ്ങി വരുന്നവരെ ലക്ഷ്യമിട്ട് അതിർത്തി മേഖലകളിൽ തമിഴ്നാട് പോലീസ് പരിശോധന അതിശക്തമാക്കി. കേരളത്തിൽ നിന്ന് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്കെതിരെ അതിർത്തിയിൽ കടുത്ത നടപടിയാണ് സ്വീകരിക്കുന്നത്. വാളയാറിലെ പോലീസ് ഔട്ട്പോസ്റ്റ് കേന്ദ്രീകരിച്ച് 24 മണിക്കൂറും റൗണ്ട് ദ ക്ലോക്ക് പരിശോധനയാണ് നടക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് വരുന്നതും തിരികെ പോകുന്നതുമായ മുഴുവൻ വാഹനങ്ങളും പോലീസ് തടഞ്ഞു നിർത്തി സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത്. ലോട്ടറി നിരോധനമുള്ള തമിഴ്നാട്ടിൽ ലോട്ടറി ടിക്കറ്റുകൾ കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ്. അതിർത്തി കടത്തിക്കൊണ്ടുവരുന്ന ടിക്കറ്റുകൾ പോലീസ് ഉടനടി പിടിച്ചുവയ്ക്കുകയും കൈവശം വയ്ക്കുന്നവർക്ക് ഭാരമേറിയ പിഴ ചുമത്തുകയും ചെയ്യുന്നുണ്ട്. വലിയ തോതിൽ ലോട്ടറി വാങ്ങി വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് തടവ് ശിക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. വർഷങ്ങളായി വാളയാറിലെ ലോട്ടറി കടകളിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം എന്നീ ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന വാളയാറിലെത്തി കേരള ലോട്ടറി വാങ്ങുന്നത്. ഇവരിൽ ചിലർ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി ടിക്കറ്റ് എടുക്കുമ്പോൾ മറ്റു ചിലർ തമിഴ്നാട്ടിൽ അനധികൃതമായി വിൽക്കാനാണ് ലോട്ടറി മൊത്തമായി കൊണ്ടുപോയിരുന്നത്. തമിഴ്നാട്ടുകാർ കേരളത്തിലെത്തി ലോട്ടറി വാങ്ങുന്നതും കോടികളുടെ ബമ്പർ സമ്മാനങ്ങൾ നേടുന്നതും പതിവാണ്. എന്നാൽ ഇത്തരം ലോട്ടറി ഭ്രമം തമിഴ്നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികളുടെ കുടുംബങ്ങളെ തകർക്കുന്നുവെന്ന വിലയിരുത്തലാണ് തമിഴ്നാട് സർക്കാരിന്റെ ഈ കടുത്ത നടപടി. ലോട്ടറി മാഫിയകളെ പൂർണ്ണമായും വേരോടെ പിഴുതെറിയാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. നേരത്തെയും ലോട്ടറിക്കെതിരെ പോലീസ് അപൂർവമായി നടപടിയെടുക്കാറുണ്ടായിരുന്നുവെങ്കിലും പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് അതിർത്തിയിലെ പരിശോധനകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഊർജിതമാക്കിയത്. ലോട്ടറി ഏജന്റുമാരെയും നിയമവിരുദ്ധമായി ടിക്കറ്റ് കടത്തുന്നവരെയും അതിർത്തി കടക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് തമിഴ്നാട് പോലീസ്. വാളയാർ വഴി പോകുന്ന സ്വകാര്യ കാറുകളും ബസ്സുകളും തടഞ്ഞു നിർത്തിയാണ് പോലീസ് പരിശോധന നടത്തുന്നത്. ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റ് നിരോധിത ഉൽപ്പന്നങ്ങളും അനധികൃതമായി കടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനൊപ്പം കേരളത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങളിൽ ലോട്ടറി ടിക്കറ്റുകൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും കണ്ണുവെക്കുന്നത്. യാത്രക്കാരുടെ പക്കൽ നിന്നും ലോട്ടറി കണ്ടെത്തിയാൽ ഉടനടി അവരെ വാഹനത്തിൽ നിന്നിറക്കി നിർബന്ധമായും പിഴ ഈടാക്കാറുണ്ട്. വ്യാഴാഴ്ച കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തിയ തമിഴ്നാട് ബസ്സിൽ നടത്തിയ പരിശോധനയിൽ ലോട്ടറി ടിക്കറ്റുകളുമായി വന്ന 4 പേരെ പോലീസ് പിടികൂടുകയും ടിക്കറ്റുകൾ പിടിച്ചെടുത്ത് വലിയ തുക പിഴ ഈടാക്കുകയും ചെയ്തു.